ഇപ്പം പൗരത്വ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത് പ്രതിഫലിക്കാത്തത് ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വടകര മണ്ഡലം? എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും വ്യക്തമായ അഭിപ്രായമില്ല. അവർ നിരവധി തവണ ആലോചിച്ച് അവസാനമാകുമ്പോഴേക്കും ആ വിഷയം വളരെ ഗൗരവമുള്ളതായിട്ട് മാറുകയാണ്. കോൺഗ്രസ് ആണ് ആദ്യം പ്രതികരിക്കേണ്ടത്, പക്ഷേ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. നമുക്കാരോടെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടല്ല. പൗരത്വ ഭേദഗതി ഈ നാട്ടിൽ നാനാജാതി മതസ്ഥർ 5-6 മതങ്ങളുണ്ട് ഇവിടെ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ ഇവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ മനുഷ്യർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറയുന്ന ഒരു ഘട്ടം വന്നാൽ ഒരു കാലത്തും സമാധാനമില്ലാത്തൊരിടായിട്ട് മാറും. കോൺഗ്രസ് ഗാന്ധിജിയെ മറക്കുന്നു, കോൺഗ്രസ് നെഹ്റുവിനെ മറക്കുന്നു. അവരുടെ ആശയഗതികളൊന്നും ഇപ്പോൾ കോൺഗ്രസിനില്ല. അതുകൊണ്ട് മതേതരത്വം എന്നെല്ലാം പറഞ്ഞാൽ അത് വ്യാഖ്യാനിക്കാൻ പോലും അതിലിടപെടാൻ പോലും മനസ്സുള്ളവരല്ല കോൺഗ്രസ് നേതാക്കൾ. വെറുതെ അല്ല കോൺഗ്രസ് തകർന്നു പോയത്. ഈ ആശയക്കുഴപ്പമാണ് കോൺഗ്രസിന്റെ. കുറ്റ്യാടി, നാദാപുരം ഈ 2 മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ്, വളരെ നിർണായകവുമാണ്. ദേശീയ പൗരത്വം അടക്കമുള്ള വിഷയങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യരുത് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെന്നൊരു ആരോപണം മുന്നോട്ടിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ. ഇതൊന്നും ചർച്ച ചെയ്യാൻ എനിക്കറിയില്ല. ഞങ്ങൾ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഒന്നും ഫേവർ ചെയ്യാനല്ല പറയുന്നത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർ സമാധാനത്തോടെ ജീവിക്കണം. ഞങ്ങളതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കേരളത്തെ തന്നെയാണ് കാണുന്നത്. ഒരു പറമ്പിൽ അമ്പലമുണ്ട്, അടുത്ത പറമ്പിൽ മോസ്ക് ഉണ്ട്, അടുത്ത പറമ്പിൽ ചർച്ചുണ്ട്. വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥനകൾ നടക്കുന്നു. അസഹിഷ്ണുതയില്ല. ട്രൂ കേരള സ്റ്റോറി അതാണ്. ആ സഹിഷ്ണുത ഇന്ത്യയിലുടനീളം ഉണ്ടായാൽ യാതൊരു പ്രശ്നവുമില്ല. മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണ്. ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടെ ഫാറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു, ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി. അതെ, ഞങ്ങളുടെ സമരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം വന്നു. അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്, എനിക്ക് വളരെ ആവേശം തോന്നി കേട്ടിട്ട്. തുടങ്ങിയത് തന്നെ അയാൾ പറഞ്ഞത്, ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ പാകിസ്ഥാനി, ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം. അത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ. ആ മുസ്ലിം ഇന്ത്യൻ പൗരനല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ്. അതിനകത്ത് വേർതിരിവുണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത്. അത് പറയാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് വഴിമാറ്റാൻ വേണ്ടിയാണ് ബോധപൂർവം അക്രമ രാഷ്ട്രീയം എന്ന പ്രാദേശിക വിഷയം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. കോൺഗ്രസിന് ദുർബലതയാണ്, ഒന്നും കിട്ടുന്നില്ല. ഇലക്ഷന് ജനങ്ങളെ എങ്ങനെ സമീപിക്കണം? ഞങ്ങൾക്ക് ആ ചാഞ്ചല്യമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഒന്ന് ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ മതേതരത്വം, ജനാധിപത്യം, അത് സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദം വരണം. 2 കേരളത്തിന്റെ വികസനമാണ്. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഫാർ ബെറ്ററായി മാറി. കാരണം കൊടും പട്ടിണിയില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സ്കൂളുണ്ട്, ചികിത്സിക്കാൻ ആശുപത്രിയുണ്ട്, പൊതുവഴിയിലൂടെ എല്ലാവർക്കും നടക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ കേരളത്തിന് ഇന്ത്യ പിന്നിലാണ്. സമകാലിക പ്രശ്നമുണ്ട് കേരളത്തിന്. ഇപ്പം ബീഹാറിൽ എക്സ്ട്രീം പോവർട്ടി 30% ആണെങ്കിൽ കേരളത്തിൽ 0.7% ആളുകളിലേക്ക് ചുരുങ്ങി. അപ്പോൾ അതും 25 കൂടി എക്സ്ട്രീം പോവർട്ടി തീരെ നമ്മൾ ഇല്ലാതാക്കും. അവർക്ക് 2 മാസത്തെ പെൻഷൻ വരാൻ പോകുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നികുതി വിഹിതം, ഫെഡറൽ വ്യവസ്ഥ എല്ലാവർക്കും അറിയാലോ. ചിലർ പറയും, നിങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്നത്, നിങ്ങളെന്താ കേന്ദ്രം എന്ന് പറയുന്നതെന്ന്. കേന്ദ്രത്തോട് വേറെ ശത്രുത ഉണ്ടായിട്ടല്ല. നമ്മൾ പറയുന്നത് ഇവിടുത്തെ നികുതി സിസ്റ്റം എങ്ങനെയാണ്? കേന്ദ്രത്തിലേക്ക് സ്വരൂപിക്കുന്നു, കേന്ദ്രം ഷെയർ തരുന്നു ഭരിക്കാനുള്ളത്. എത്ര തരണം? ഞങ്ങൾ കുറേ കാലമായിട്ട് LDF, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഒക്കെ പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് മാറ്റണം. സ്റ്റേറ്റുകൾ കുറേയും കൂടി ശക്തമാകണം. നല്ല സ്ട്രോങ് സ്റ്റേറ്റ് ഉണ്ടായാലേ സ്ട്രോങ് സെൻറ്റർ ഉണ്ടാവുള്ളൂ. സെൻട്രൽ മാത്രം ശക്തം, സ്റ്റേറ്റുകൾ ദുർബലം. അത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പിരിച്ചെടുക്കുന്ന നികുതി വിഹിതത്തിന്റെ ശരിക്കും പറഞ്ഞാൽ 70% തിരിച്ചു തരണം. ഇവിടെയാണല്ലോ ക്ഷേമ പദ്ധതികളും എല്ലാം നടക്കേണ്ടത്. പക്ഷെ 50% തരണ്ടേ? തരുന്നില്ല. കോൺഗ്രസ് തന്നിട്ടില്ല. കോൺഗ്രസ് ഇതേ സമീപനമല്ലേ സ്വീകരിച്ചത്? എല്ലാം അവിടെ പിടിച്ചു വെക്കുക, സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുക. ശക്തരായ സംസ്ഥാനങ്ങൾ എന്നതായിരിക്കും പാർലമെന്റിലേക്ക് എത്തിയാൽ ശൈലജ ടീച്ചർ അടക്കം CPM സ്വീകരിക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ ലൈൻ. കേന്ദ്രവും ശക്തമാകും.